നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഒരു 1-2 ആഴ്ചയ്ക്ക് മുമ്പ് വരെ ഡൽഹിയിൽ പിന്നെയും സമര മുഖരിതമായിരുന്നു. ഇവിടെയുള്ള മാധ്യമങ്ങളടക്കമുള്ളവർ കർഷകർ ഇതാ പിന്നെയും കേന്ദ്രത്തിനെ ഒരു പാഠം പഠിപ്പിക്കാൻ പോകുന്നു എന്ന തരത്തിലായിരുന്നു വാർത്തകൾ മെനഞ്ഞുകൊണ്ടിരുന്നത്. ഏതാനും ദിവസങ്ങൾ കർഷക സമരത്തെ പറ്റിയുള്ള വാർത്തകൾ അവർ ഇടതടവില്ലാതെ കൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കേന്ദ്രം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ആദ്യ തവണ ഇവർ മാസങ്ങളോളം സമരം നടത്തിയതാണ്. പിന്നീട് അവർ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ആ നിയമങ്ങളെല്ലാം പിൻവലിച്ചിരുന്നു. പിന്നീട് ഒരു സർക്കാരിനും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കൂട്ടം ഡിമാൻഡുകളുമായിട്ടാണ് അവർ രണ്ടാമത്തെ സമരം തുടങ്ങിയത്. പക്ഷേ ആ രണ്ടാമത്തെ സമരം തുടങ്ങി ഇവർ കരുതിക്കൂട്ടി വന്നതാണ് എന്ന് സർക്കാർ മനസ്സിലാക്കി. സർക്കാർ ഒരു കാര്യം ചെയ്തു. സമരത്തിൻ്റെ പേരിൽ പൊതുമുതൽ നശിപ്പിക്കുകയോ പോലീസിന് നേരെ ആക്രമിക്കുകയൊക്കെ ചെയ്താൽ സമരക്കാരുടെ പാസ്പോർട്ടുകൾ കണ്ടുകെട്ടും എന്ന ഒരു സംഗതി കൊണ്ടുവന്നു. ഈ പാസ്പോർട്ടുകൾ കണ്ടുകെട്ടും എന്ന സംഗതി വന്നപ്പോഴേക്കും ഓരോരുത്തരായിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. ഒടുവിൽ പതിനായിരക്കണക്കിന് സമരക്കാരുണ്ടായിരുന്നു എന്ന് അവകാശപ്പെടുന്നിടത്ത് ആരുമില്ലാത്ത അവസ്ഥയിലായി. അങ്ങനെ പ്രതിപക്ഷത്തിന് ഒന്നും പറയാനില്ലാതെ, അല്ലെങ്കിൽ ഈ രാജ്യത്ത് കത്തിക്കാനൊന്നുമില്ലാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയമാണ്. ഒന്നാമത് തെരഞ്ഞെടുപ്പ് കാലമാണ്. അപ്പോൾ ഇതാ ഭരണപക്ഷം തന്നെ, നരേന്ദ്രമോദി തന്നെ ഒരു സംഗതി അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. പൗരത്വ ഭേദഗതി നിയമം കഴിഞ്ഞ ദിവസം മുതൽ രാജ്യത്ത് നടപ്പായി കഴിഞ്ഞു. ഓർക്കുക, ഇത് ഇട്ട് പാർലമെൻറ്റിലിട്ട് പാസ്സാക്കി കഴിഞ്ഞ സംഗതിയല്ല, ഇത് വിജ്ഞാപനം നടന്നു കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം ഇത് നടപ്പിലായി കഴിഞ്ഞു എന്നാണ്. ഈ നടപ്പിലായി കഴിഞ്ഞ സാധനം ഇവിടെ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ചില നട്ട് രാജാക്കന്മാരൊക്കെ ഇന്ന് ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഓൾറെഡി ഈ രാജ്യത്ത് നടപ്പിലായി കഴിഞ്ഞ സാധനം ഇവിടെ നടപ്പിലാക്കില്ല എന്നാണ് പറയുന്നത്. അവിടെ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്തിന് മാത്രമായിട്ട് നടപ്പിലാക്കാനോ നടപ്പിലാക്കാതിരിക്കാനോ പറ്റുന്ന ഒരു സംഗതിയല്ല ഈ CAA എന്ന സംഗതി. അത് കേന്ദ്രത്തിന് മാത്രമേ പറ്റൂ. ഇന്നിപ്പോൾ നിങ്ങളൊക്കെ ഇതിനകം തന്നെ അറിഞ്ഞു കാണും. അതിൻ്റെ സൈറ്റിൽ എൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും മാധ്യമങ്ങളെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഇരുന്നുകൊണ്ട് AK സെൻറ്ററിൻ്റെ ബാത്റൂമിൽ കയറിയിരുന്നിട്ട് ഈങ്കില വിളിക്കാനല്ലാതെ ഇതിനെ തടയാനോ ഏതെങ്കിലും രീതിയിൽ പ്രതിരോധിക്കാനോ പറ്റില്ല. പിന്നെ ആകെ അവർക്ക് ചെയ്യാനാവുക സമൂഹത്തിൽ കുറേ അന്തഛിദ്രം ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പ്രചരിപ്പിക്കുക എന്നത് മാത്രമാണ്. മുസ്ലിങ്ങളെ പുറത്തേക്ക് വിടാൻ പോകുന്നു. ഇവിടുന്ന് 30 കോടി ഏതാണ്ട് 20 കോടിക്ക് മുകളിലുണ്ട് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ. പാകിസ്ഥാനിൽ പോലും അത്രയില്ല എന്ന് ഓർക്കണം. അപ്പോൾ അത്രയും ആൾക്കാരെ നമ്മൾ എവിടെ കൊണ്ട് കളയാനാണ്? ഇവർ പറയുന്നതിനൊരു ലോജിക്കും കൂടെ വേണ്ടേ? ഇവരെ എവിടോട്ട് കൊണ്ട് കളയുന്ന കാര്യമാണ് പറയുന്നത്. ബാക്കിയുള്ള ആളുകൾ ഇവരെ പിടിച്ച് ചുട്ടു തിന്നുമോ? എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? അതൊന്നും ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ഒരു സർക്കാരുകളും ചിന്തിക്കാത്ത കാര്യം പോലുമാണ്. ഇവിടെ എന്താ വേണ്ടത്? ഇവിടെ അഭയം തേടി നമ്മുടെ ഈ മണ്ണിൽ വന്ന് കരഞ്ഞുകൂടി കിടക്കുന്ന കുറേ പതിനായിരക്കണക്കിന് പാവങ്ങളുണ്ട്. അടുത്ത രാജ്യങ്ങളിൽ നിന്ന് ജീവനും സ്വത്തുമൊക്കെ ഉപേക്ഷിച്ച് ജീവൻ മാത്രം ബാക്കിയായിട്ട് ഇവിടെ വന്ന ആളുകളാണ്. അവർക്ക് പൗരത്വം കൊടുക്കുന്നതിനെ പറ്റിയാണ് ഇത്. യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യയിൽ നിന്ന് മതം പറഞ്ഞ് ചില കൂട്ടർ പാകിസ്ഥാനും വാങ്ങിക്കൊണ്ട് പോയി. ശരി, എന്തെങ്കിലും ആയിക്കോട്ടെ, കഴിഞ്ഞതല്ലേ, അതിനെപ്പറ്റി ഇനി കൂടുതൽ പോസ്റ്റ്മോർട്ടം ചെയ്തില്ല. അങ്ങോട്ടേക്ക് പോയപ്പോൾ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ചില കരാറുകളുണ്ടായിരുന്നു. ആ രാജ്യത്തെ മൈനോറിറ്റി, അതായത് ന്യൂനപക്ഷത്തിനെ അവർ സംരക്ഷിച്ചു കൊള്ളാമെന്നും ഈ രാജ്യത്തുള്ള ന്യൂനപക്ഷത്തിനെ അതായത് ഇന്ത്യ സംരക്ഷിച്ചു കൊള്ളാമെന്നുമായിരുന്നു കരാറ്. അത് അവരവരുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ എന്താ യാഥാർത്ഥ്യം? ഇന്ത്യ ആ വാക്ക് ഇന്നും പാലിക്കുന്നു. ഇവിടുത്തെ ന്യൂനപക്ഷത്തിന് ഇവിടെ ഈ പറയുന്ന കണക്ക് ഒരു പ്രശ്നവുമില്ല. ഇവിടെ ന്യൂനപക്ഷം എന്ന് പറയാനായിട്ട് മൈക്രോ ന്യൂനപക്ഷമായിട്ടുള്ള സിഖും പാഴ്സിയും ജൈനും ഒക്കെ ഉണ്ട്. അവരൊക്കെ ഏതെങ്കിലും കാലത്ത് എപ്പോഴെങ്കിലും വന്നിട്ട് ഇവിടെ ജീവിക്കുന്നതിന് ബുദ്ധിമുട്ടാണ് എന്ന് പരാതി പറയുന്നതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇവിടെ പരാതി പറയുന്ന ഒരൊറ്റ കൂട്ടരേ ഉള്ളൂ. ന്യൂനപക്ഷത്തിലെ ഭൂരിപക്ഷം മാത്രമേ ഇവിടെ പരാതി പറയാറുള്ളൂ. അല്ലാതെ യഥാർത്ഥത്തിലുള്ള ഒരു ന്യൂനപക്ഷവും ഇന്ത്യയിൽ ഇന്നോളം പരാതി പറഞ്ഞിട്ടില്ല. എന്നാൽ പാകിസ്ഥാനിലെ അവസ്ഥ അതല്ല. പാകിസ്ഥാനിൽ ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ എന്താ? ക്രിസ്ത്യൻ പെൺകുട്ടികൾ, അതും 10-12 വയസ്സുള്ള പെൺകുട്ടികളെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ട് പോവുക, പിന്നീട് നിർബന്ധമായിട്ട് അവരെ വിവാഹം കഴിപ്പിക്കുക, അതിനുശേഷം മുസ്ലിം ആക്കുക. അത് കോടതി ചെല്ലുമ്പോൾ പോലും അവിടുത്തെ നിയമം അനുസരിച്ച് അത് പിന്നീട് മുസ്ലിമായി ജീവിക്കേണ്ടി വരിക. അപ്പനും അമ്മയ്ക്കും ഒന്നും അതിൽ അവകാശം ഇല്ലാതാവുക. ഇനി ഒരാൾ മതനിന്ദ നടത്തി അല്ലെങ്കിൽ പ്രവാചക നിന്ദ നടത്തി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ മതി, പിന്നെ അയാളുടെ ഭാഗത്ത് ന്യായമുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, വധശിക്ഷയായിരിക്കും കിട്ടുക ശിക്ഷ. അങ്ങനെ നിരന്തരമായിട്ട് ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായി മാറി പാകിസ്ഥാൻ. ആ പാകിസ്ഥാനിൽ നിന്ന് പിരിഞ്ഞു പോയതാണ് ബംഗ്ലാദേശ്. അപ്പോൾ അതും മോശമാവില്ല. പിന്നെ ഒന്നുള്ളത് ഏതാ? അഫ്ഗാനിസ്ഥാനാണ്. അവിടെ ഇപ്പോൾ ആരാണ് ഭരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം, താലിബാനാണ്. അപ്പോൾ നമ്മൾ അത്രയും പ്രതീക്ഷിച്ചാൽ മതി. ഈ 3 രാജ്യത്തുള്ള പാവങ്ങളെ, അതായത് അവിടെയുള്ള മുസ്ലിങ്ങൾ എന്തായാലും മുസ്ലിങ്ങളെ
അവിടെ ഷിയ സുന്നി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അത് ലോക അവസാനം വരെ ഒരുപക്ഷെ കണ്ടേക്കാം. അവർക്കെന്തായാലും അവിടെ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ട് കാണില്ല. പിന്നെ ആർക്കാ ബുദ്ധിമുട്ടുണ്ടാവുക? അവിടെയുള്ള ന്യൂനപക്ഷത്തിനാണ് ഇതേപോലുള്ള കാര്യങ്ങൾ നടക്കുക. ആ പാവങ്ങൾക്കാണ് ഇവിടെ പൗരത്വം കൊടുക്കുന്നത്. പക്ഷേ അതിൻ്റെ മറവിലാണ്, അതായത് ആ മനുഷ്യത്വം പറയുന്ന മനുഷ്യനാവണം എന്ന് പാട്ടിറക്കിയിരിക്കുന്നവർ, ഈ മനുഷ്യരെ കാണാതാണ് ഈ കുത്തിത്തിരപ്പെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വർഷങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് ജീവിക്കുന്നവർക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഇതുകൊണ്ടുണ്ടാവുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ ആധാർ ഉള്ളവർക്ക്, പാസ്പോർട്ട് ഉള്ളവർക്ക്, അല്ലെങ്കിൽ റേഷൻ കാർഡ് ഉള്ളവർക്ക്, മറ്റ് രേഖകളുള്ളവർക്ക് എന്ത് കുഴപ്പം സംഭവിക്കാൻ, ആരെ എങ്ങോട്ട് പറഞ്ഞു വിടാനാണ്? എന്നിട്ടും കുത്തിത്തിരിപ്പാണ്. അത് കുത്തിത്തിരിപ്പ് നടത്തുന്നതോ കമ്മ്യൂണിസ്റ്റുകാർ ഇല്ലാത്ത ഇടങ്ങളിൽ ഒരു പ്രശ്നവുമില്ല. നിങ്ങളുടെ ചുറ്റുവട്ടത്തും ഒന്ന് നോക്കുക. ഇവരുടെ പ്രസൻസ് ഒരല്പമെങ്കിലും ഉള്ള ഇടങ്ങളിൽ മാത്രമേ ഇതുപോലുള്ള കുത്തിത്തിരിപ്പുകളുള്ളൂ. ഇവരില്ലാത്ത ഒരു സ്ഥലത്തും, അത് സംസ്ഥാനങ്ങളാണെങ്കിലും ശരി, മറ്റ് പ്രദേശങ്ങളാണെങ്കിലും ശരി, നോക്കിക്കോളൂ. ഈ കമ്മ്യൂണിസ്റ്റുകാരില്ലാത്ത സ്ഥലങ്ങളിലൊന്നും ഒരു പ്രശ്നവുമില്ല. അവിടെയൊക്കെ ശാന്തമായിട്ട് നടക്കുക. ഇവരുള്ള ഭാഗത്ത് മാത്രമാണ് ഈ പ്രശ്നങ്ങളുണ്ടാവും. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് പിണറായി വിജയനെ പോലെയുള്ളവർ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഓരോ രാജ്യത്തും ജയിലിൽ കൂടാതെ തന്നെ ചില പ്രത്യേക കേന്ദ്രങ്ങൾ കാണും. അതായത് ആ രാജ്യത്ത് അനധികൃതമായിട്ട് തങ്ങുന്ന ഏതെങ്കിലും വിദേശിയെ അന്വേഷണ ഏജൻസികളോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചോ പിടിക്കപ്പെട്ടാൽ അവരുടെ നാട്ടിലേക്ക് കയറ്റി വിടുന്നതിന് മുൻപായി അവരെ ഒരു കരുതൽ തടങ്കൽ പാർപ്പിക്കും. ആ പാർപ്പിക്കുന്ന സ്ഥലത്തിന് വേറെ പേരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കേന്ദ്രം, ഒരു സെൻറ്റർ ഇന്ത്യ രാജ്യത്ത് തന്നെ ആദ്യം നിർമ്മിച്ചിരിക്കുന്നത് കേരളത്തിലാണ്, കൊല്ലത്താണ്. പിണറായി വിജയൻ തന്നെയാണ് അതിന് മുൻകൈ എടുത്തത്. അങ്ങനൊരു സാധനം ഇവിടെ പണിത് വെച്ചിട്ടാണ് ഞാൻ CAA ഇവിടെ നടപ്പിലാക്കില്ല എന്ന് അദ്ദേഹം തള്ളി മറിക്കുന്നത്. അദ്ദേഹത്തിന് ഇനിയും എത്ര കാലം ഈ പാവം മുസ്ലിങ്ങളെ പറ്റിക്കാൻ പറ്റുമെന്ന് മാത്രമേ ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇത്ര കാലമായിട്ടും ഇവർക്ക് വെളിവ് വന്നിട്ടില്ല എങ്കിൽ, അവർ നിരന്തരം പറ്റിക്കപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കുമെങ്കിൽ അവരെ ഇനിയും പറ്റിക്കാൻ പറ്റുമെന്ന് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തും നന്നായിട്ടറിയാം. അത് ആ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യും. പക്ഷേ ഒരു കാര്യത്തിൽ കുറച്ച് സമാധാനമുണ്ട്. അത് മറ്റൊന്നുമല്ല, ആദ്യ തവണ ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ തെരുവിലിറങ്ങിയതിൻ്റെ പകുതി ആൾക്കാർ പോലും ഇത്തവണ ഇറങ്ങാൻ പോകുന്നില്ല. കാരണം പകുതി ആൾക്കാർക്കെങ്കിലും എന്താണ് ഈ സാധനമെന്ന് മനസ്സിലായിട്ടുണ്ട്. അവർ അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങത്തില്ല. പിന്നെ ബാക്കിയുള്ളവരെ വെച്ച് എങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കി 2 സീറ്റെങ്കിൽ 2 സീറ്റ്, അത് എത്ര എണ്ണം കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും എന്നതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസ് അവർ നടത്തുകയാണ് എന്ന് മാത്രമാണ് ഇത്തരം പ്രസ്താവനകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ കാര്യത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും മത്സരമാണ്. മുസ്ലിമിൻ്റെ വോട്ട് എങ്ങനെ വീതം വെച്ചെടുക്കാം എന്ന കാര്യത്തിലാണ് ആ മത്സരം. ഈ കാര്യത്തിൽ BJPക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരെ അവരുടെ പാട്ടിന് വിടുക എന്നതല്ലാതെ, ഗ്യാലറി ഇരുന്ന് മാറിയിരുന്ന് കളി കാണുക എന്നതല്ലാതെ അവർ പ്രത്യേകിച്ച് ഈ കളിയിൽ ഇടപെടാൻ പോകുമെന്ന് തോന്നുന്നില്ല. ഇനി നിങ്ങൾ എന്ത് വേണമെങ്കിലും CAA പറ്റി നിങ്ങൾ എന്ത് വേണമെങ്കിലും വ്യാഖ്യാനിച്ചോളൂ, ഒരു കുഴപ്പവുമില്ല. ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാണ് എന്ന സന്ദേശമാണ് നരേന്ദ്രമോദിയും കൂട്ടരും ഈ രാജ്യത്തിന് നൽകുന്നത്. അതുകൊണ്ട് തന്നെ കലാപമായിട്ട് തെരുവിലിറങ്ങുന്നവർക്ക് ഇറങ്ങാം. അതിൻ്റെ അനന്തരഫലം എന്തെന്ന് നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാം. കാരണം ഈ സംസ്ഥാനത്ത് ഇതിനു മുമ്പ് CAA പ്രക്ഷോഭമായിട്ട് ഇറങ്ങിയവരുടെ കേസുകൾ ഇപ്പോഴും പിണറായി സർക്കാർ പിൻവലിച്ചിട്ടില്ല. അദ്ദേഹം ഡയലോഗ് മാത്രമേ അടിക്കൂ. ഈ രാജ്യത്തുള്ള നിയമം പാലിക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള വ്യക്തിയാണ്. അത് അദ്ദേഹത്തിനെ കൊണ്ടാവുന്ന രീതിയിൽ പാലിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് അന്ന് പ്രക്ഷോഭത്തിന് ഇറങ്ങിയവരുടെ കേസുകൾ പോലും ഇതുവരെയും പിൻവലിക്കാത്തത്. അപ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകൾ കേട്ടിട്ട്, ഇതിവിടെ നടപ്പിലാക്കില്ല എന്ന പൊട്ട വാചകം കേട്ടിട്ട് നിങ്ങൾ ചാടിത്തുള്ളി തെരുവിലിറങ്ങിയാൽ അനുഭവിക്കാൻ പോകുന്നത് നിങ്ങൾ മാത്രമായിരിക്കും എന്നേ ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളൂ. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.